മുലയൂട്ടുന്ന പല അമ്മമാരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നിപ്പിൾ പൊട്ടൽ അഥവാ നിപ്പിൾ ക്രാക്ക്. കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോൾ നിപ്പിൾ ഭാഗത്ത് വേദന, പൊട്ടൽ, രക്തം വരിക തുടങ്ങിയവയാണ് നിപ്പിൾ ക്രാക്ക് എന്ന് പറയുന്നത്. പലർക്കും ഇത് കാരണം അസഹ്യമായ വേദനയുണ്ടാവും. അത് കാരണം കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ഇത് പല കാരണങ്ങൾ കൊണ്ടും വരാം. കുഞ്ഞിനെ ശരിയായ രീതിയിൽ കിടത്തി പാൽ കൊടുക്കാതിരിക്കുന്നത് കാരണവും ചിലപ്പോൾ വരാം. ചില അമ്മമാരുടെ സ്കിൻ സെൻസിറ്റീവ് ആയിരിക്കും. സ്കിൻ ഡ്രൈ ആവുന്നത്, അമിതമായ സോപ്പിൻ്റെ ഉപയോഗം, ചിലപ്പോൾ ചെറിയ ഇൻഫെക്ഷൻ മൂലവും ഇങ്ങനെ വരാം. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ അസഹ്യമായ വേദന ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ശരിയായ പൊസിഷൻ പാൽ കുടിക്കാൻ കിടത്തുന്നതും വളരെ പ്രധാനമാണ്. ചില ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിപ്പിൾ പൊട്ടൽ നമുക്ക് ഒഴിവാക്കാം. കുഞ്ഞിനെ ശരിയായ രീതിയിൽ പാൽ കൊടുക്കാൻ കിടത്തുക, ശരിയായി പിടിപ്പിച്ച് പാൽ കൊടുക്കുക, ഫീഡിങ് കഴിഞ്ഞ് കുറച്ച് പാൽ നിപ്പിൾ ഭാഗത്ത് പുരട്ടുക. ഇതൊരു തരം നാച്ചുറൽ ഹീലിംഗ് നൽകാം. നിപ്പിൾ ഭാഗം വൃത്തിയായും ഉണക്കിയും വയ്ക്കുക, ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയവയാണ്. നിപ്പിൾ ക്രാക്ക് മൂലം അമ്മയ്ക്ക് കുഞ്ഞിനെ പാൽ കുടിപ്പിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. വളരെ തീവ്രത ഏറിയ മരുന്നുകൾ ഈ സമയത്ത് അമ്മയ്ക്ക് കുടിക്കാനും കഴിയില്ല. ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായ മരുന്നുകൾ തന്നെ ഇതിന് ലഭ്യമാണ്. അമ്മയുടെ ലക്ഷണങ്ങൾ നോക്കിയായിരിക്കും മരുന്നുകൾ തിരഞ്ഞെടുക്കുന്നത്. ഓരോ അമ്മയുടെയും ലക്ഷണങ്ങളും വ്യത്യസ്തമാവുന്നത് കൊണ്ട് തന്നെ ഒരു ഡോക്ടറുടെ നേരിട്ടുള്ള നിർദ്ദേശത്തോടു കൂടി മാത്രം മരുന്നുകൾ കഴിക്കുക. വേദന കൂടുതലായാലോ ഒരു പുണ്ണ് പോലെ ആയാലോ ഒട്ടും വൈകിക്കരുത്. ഒരു വിദഗ്ധ ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതാണ്. ഹോമിയോപ്പതി യാതൊരു പാർശ്വഫലവുമില്ലാതെ നിങ്ങളോടൊപ്പം ഉണ്ടാകും.